കില്ലാടികളെ നമ്മുടെ രേണു സുധി എന്ന് പറയുന്നില്ല കില്ലാടികളെ. സുധിച്ചേട്ടൻ്റെ പേര് കൂടി വെറുതെ ഞാൻ കളയണില്ല. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ രേണു അത് മതി കില്ലാടല്ലേ. ഫസ്റ്റ് നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രേണുവിൻ്റെ ഒരു പൊറോട്ട നാടകമാണ് കില്ലാടറെ കണ്ടത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തു. രേണു കുറച്ച് റെസ്റ്റ് എടുത്തില്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മുടെ രേണുവിൻ്റെ സ്വന്തം അച്ഛൻ, അതായത് തങ്കൻചേട്ടൻ ഇത് കണ്ടിട്ടുണ്ടാ. തങ്കൻ ആരാന്നറിയോടാ എന്ന് നമ്മുടെ ചുരുളി പറഞ്ഞ പോലെ തങ്കൻ ആരാന്നറിയില്ലടാ നിങ്ങൾക്ക്. തങ്കൻചേട്ടൻ്റെ ശരിക്കുള്ള അഭിനയം കാണുകയില്ലടാ. നിങ്ങൾ ഇവിടെ വരണം, എന്ന് വെച്ചാൽ ആ ഒരു ഇൻ്റർവ്യൂ കാണണം. സീരിയസ് ആയിരിക്കില്ലടല്ലേ. എന്തോ സംഭവം സത്യം പറയില്ലടാ. അത് ഓരോരോ ആൾക്കാരെ പുനർജനിക്കുകയാണ്, മനസ്സിലായില്ലേ. ഇപ്പം എന്ന് വെച്ചാൽ രേണുവിനെ നമ്മൾ കുറേ അഭിനയമൊക്കെ കണ്ടു. ഇത് എന്തോ നടയെന്ന് വേണ്ട നമ്മൾ കുറേ കണ്ട് മടുത്തു. അപ്പോഴാണ് ഇല്ലാടല്ലേ രേണുവിൻ്റെ അച്ഛൻ എൻ്റർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ്റെ താണ്ഡവമാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടല്ലേ ഇല്ലാടല്ലേ. സത്യം പറഞ്ഞ് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇങ്ങേര് പറയുന്നത് സത്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇന്നൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇല്ലാടല്ലേ ഇങ്ങേര് അന്യനും അമ്പിയും കളിക്കണം ഇല്ലാടല്ലേ. ആദ്യം അന്യം കളിച്ചുട്ടോ. ഫസ്റ്റ് നമ്മുടെ അന്യ സിനിമയിൽ ഫസ്റ്റ് അമ്പി കളിച്ചിട്ടാണ് അമ്പി അത് പറഞ്ഞാൽ പാവം പോലെയൊക്കെ അഭിനയിച്ചിട്ടാണ് പെട്ടെന്ന് ടെററാവണത്. ഇതിൽ നേരെ തിരിച്ചില്ലല്ലോ. ആദ്യം അവനെ ഇങ്ങ് കൊണ്ടുപോവാ, അവൻ വന്ന് താമസിക്കട്ടെ, അവൻ എന്നെ ഭീഷണിപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പുള്ളിക്കാരൻ അയ്യോ ഞാൻ അദ്ദേഹത്തെ ദൈവത്തെയൊക്കെ പോലെ കാണുന്നത്, നിങ്ങൾ പറഞ്ഞൊക്കെ വെറുതെയാണ്, ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അടിച്ചു വിടുന്നില്ലല്ലേ. എൻ്റെ മോനെ ഞാൻ പറഞ്ഞില്ലല്ലേ, ബെസ്റ്റ് അവാർഡ് വേണമെങ്കിൽ ഇവരുടെ ഈ രേണുവിന് കൊടുക്കുക, പുള്ളിക്കാരൻ്റെ ഇപ്പം അച്ഛനും കൂടി കൊടുക്കുക. ആ ഒരു പുരസ്കാരം വേണമെങ്കിൽ ഓസ്കാർ വേണമെങ്കിൽ രേണുവിന് ആദ്യം കൊടുക്കുക. എന്നിട്ട് ബാക്കി ഇപ്പം ആദ്യം നമുക്ക് നമ്മുടെ തങ്കൻചേട്ടന് കൊടുക്കട്ടാ. തങ്കൻചേട്ടൻ ആരെന്ന് അറിയില്ലല്ലോ നിങ്ങൾക്ക്. തങ്കൻചേട്ടൻ ചില്ലറപ്പെട്ട ആളല്ലട്ട ഞെട്ടും നമ്മൾ തങ്കൻചേട്ടൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞല്ലോ നടന്മാരൊക്കെ ഇത് കണ്ടിട്ട് വേണമെങ്കിൽ അഭിനയത്തിന് പോകാൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ വലിയ ഇൻ്റർവ്യൂ ആണെങ്കിലുള്ള ഏകദേശം നല്ല ലെങ്ത് ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർ ട്രെൻഡിങ് ആണെങ്കിലല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ. എന്താ വെച്ചാൽ ഇൻ്റർവ്യൂ ചാനലുകൾ ഇല്ലെങ്കിൽ അതുപോലത്തെ സോഷ്യൽ മീഡിയ സംഭവങ്ങളിലൊക്കെ പെട്ടെന്ന് എന്താ വെച്ചാൽ ആരാണോ ട്രെൻഡിങ് അവരങ്ങ് കയറ്റി ഇൻ്റർവ്യൂ എടുക്കും, മനസ്സിലായില്ലേ. അതാണ് അവർക്ക് വേണ്ടത്. അത് ഓഡിയൻസിന് അത് മതിയില്ലാട്ടല്ല. അത് കാരണം അവരൊക്കെ കയറ്റി ഇൻ്റർവ്യൂ എടുക്കും സാധാരണ. അപ്പോൾ അത് കാരണം എന്താണ് അവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രേണുവിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയ കാരണം രേണുവിന് കുറേ ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ ഈ ഇൻ്റർവ്യൂ വന്നിട്ട് രേണു അച്ഛനും കൂടിയിട്ടാണ്. എന്താ വെച്ചാൽ ഞാൻ വീട് ചൊകുരുണ്ട്, ചൊകുര പറഞ്ഞ് ഞങ്ങളുടെ ചൊകുരും പറയും. നിങ്ങളുടെ അവിടെയൊക്കെ പിന്നെ എന്താ വെച്ചാൽ വീടിൻ്റെ സൈഡിലൂടെ ചോർച്ച, ഞങ്ങളുടെ ചൊകുരും പറയില്ലല്ലേ. പാലക്കാടിൽ ചോർച്ചയുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഫിറോസ് ആരാ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല ഇല്ലല്ലേ. ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഫിറോസ് എന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കെട്ടിക്കൊടുത്തു. നമ്മുടെ സുധിച്ചേട്ടന് വീട് കെട്ടിക്കൊടുത്തു. നമ്മൾ സുധിച്ചേട്ടൻ്റെ ഫാമിലിയായ കിച്ചും റിതപ്പനും പിന്നെ രേണു ചേച്ചിക്കും വേണ്ടി ഒരു വീട് കെട്ടിക്കൊടുത്തു. സ്പോൺസർമാരാണ് എല്ലാവരും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് കെട്ടിക്കൊടുത്തത്. അപ്പോൾ അത് ഇല്ല ഒരാളും ഇതുപോലുള്ള സഹായങ്ങളും ചെയ്യില്ല ആരും. എന്താ വെച്ചാൽ നോർമലി എത്ര ആൾക്കാർ വീടില്ലാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ സുധിച്ചേട്ടൻ്റെ നമ്മളൊരു സ്നേഹം കൊണ്ട്, അവരുടെ ഫാമിലിയുടെ ഒരു സ്നേഹം കൊണ്ട് വീട് കെട്ടിക്കൊടുത്തു ഇതിലുള്ള. പക്ഷേ അവിടെ താമസിക്കുന്ന ആരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണുവിൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അതിന് കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ റിതപ്പനെ നോക്കാൻ. ഇപ്പോൾ കിച്ചു എന്തായാലും നാട്ടിലില്ല, കിച്ചു വേറെ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ റിതപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ വെച്ചാൽ രേണു ആൽബം ഷൂട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് റിതപ്പനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനമ്മ ഇരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇവർ ഇല്ലാതെ നമ്മുടെ തങ്കൻചേട്ടൻ, അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറിലുള്ള എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അവരെ ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കുറ്റം പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ താമസിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കുട്ടിനെ നോക്കുക, ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരെ കുറേ ഡയലോഗ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് സീനുകളിടാം, ആ വലിയ ഇൻ്റർവ്യൂ ഞാൻ വെക്കില്ല, കുറച്ച് സീനുകൾ വെക്കാനിടാം. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ അന്യൻ്റെ സീനെ ഞാൻ വെക്കട്ടാ. അന്യനിൽ നമ്മുടെ വിക്രമിൻ്റെ സീന് എന്താ 5 കളിയും ഞാൻ എന്താ പണ്ണേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സീനുകളുള്ള അത് വെക്കാം. എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, ഞാനൊക്കെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തു, അവരെ ഞങ്ങൾ ദൈവത്തെ പോലെ കാണും എന്നൊക്കെ പറഞ്ഞ സീന് വയ്ക്കാം. ആദ്യം അന്യൻ സീന്. ഓക്കെ, ചെസ്റ്റ് നമ്പർ 1 നമ്മുടെ രേണുവിൻ്റെ അഭിനയം കഴിഞ്ഞില്ലല്ലോ, അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അത് കണ്ടതുകൊണ്ട് നമുക്ക് മതിയായി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് നമ്പർ 2 നമ്മുടെ തങ്കൻചേട്ടൻ ഓൺ സ്റ്റേജ്. ഓക്കെ, ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയത് വരെ നിരത്ത് വന്നു. രേണു പറഞ്ഞ പച്ചക്കള്ളം, ഞങ്ങൾ കൊല്ലംകാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ വീടുണ്ടാക്കിയത്. ഇവിടെ വന്ന് ഇവിടെ താമസിച്ചു, തനിക്കാരെങ്കിലും ഞാനിവിടെ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. സുധിയുടെ അപ്പനും അമ്മ ഇവിടെ താമസിക്കാമെന്ന് ഓർത്തെന്ന് ചെയ്യാം. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് ഈ വീട് നാട്ടുകാർ പൈസ കൊടുത്തു. ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുകൊണ്ട് രേണു കള്ളം പറഞ്ഞു, രേണു പച്ചക്കള്ളം പറഞ്ഞു, ഞാൻ ചുമന്ന. ഞാനിപ്പോൾ പറയുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ചോദിക്കാം ഇവൻ എന്നാ കാര്യമെന്ന്. അത് എനിക്കിതറിയില്ല. നീ അവിടെ ഇരിക്കുന്ന മിണ്ടാതിരിക്കും.
എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? അറിയാമോ? പറയുന്നില്ല അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഇങ്ങോട്ട് നോക്കട്ടെ. ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരിവിടെ താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? ഫിറോസ് എന്ന പുള്ളി പറയുന്നത് ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല, ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉള്ളൂ. ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഒരു വെറും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് വരുത്തരുന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം അതിന്റെ വേദന ഞങ്ങൾക്കറിയാം. ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ലിവിങ് ഏരിയ, അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു പോകും. സംശയമുള്ളൊരു മഴക്കാലത്ത് വന്ന ഇവിടെ വന്ന് ഞാൻ കാണിച്ചു. രേണുസുതി പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളം? എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല. കട്ടി ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എന്താ വെച്ച് വെള്ളം എന്ന ചെറിയ മഴ പെയ്തപ്പോൾ അത് അനുഭവിച്ചതല്ലേ. ചെറിയ ഈ മുറിയിൽ ഈ സോഫയിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം ദേഹത്തോട്ട് വീണ ആണോ? ഒരാണി നിങ്ങളുണ്ട് ഈ വീട്ടിൽ എവിടെ ഒരു കല്ലട തൂക്കാൻ ഒന്നും പറ്റത്തില്ല. ഒരു ആണി അടിക്കാൻ പറ്റത്തില്ല. എന്നെ ആണി അടിച്ചാൽ ഇത് താഴോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം. ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിട്ട്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പം ഫാനിന്റെ ഒരു സൈഡ് വന്ന് എന്റെ ഇവിടെ ഇടിച്ച്. ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത്. ഇയാൾ പറഞ്ഞത് കള്ളം. രേണു നനഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? അപ്പോൾ അതാണ് കിലറിലെ കണ്ടില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ തങ്കൻ ചേട്ടൻ്റെ വീഡിയോ. ആ തങ്കൻ ചേട്ടൻ്റെ പറയാനുള്ളത് കണ്ടല്ലോ. ഇത് അഭിനയമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കിലറില്ല ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോർമലി ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ചേച്ചിയും നമ്മുടെ തങ്കൻ ചേട്ടനും, അതായത് രേണു ചേച്ചിയുടെ അച്ഛനായിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും അത് വിശ്വസിക്കില്ല. അത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ വീഡിയോ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഫിറോസ് എന്ന വ്യക്തി, അപ്പോൾ ആ വീഡിയോ ഒട്ടിക്കൊടുത്ത വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ തങ്കൻ ചേട്ടൻ പറയുന്നുണ്ട് അവനോട് വന്ന് താമസിക്കുക, അവൻ എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ തങ്കൻ ചേട്ടൻ ഭയങ്കരമായി ഷൗട്ടിങ്ങാണ് ഇല്ലാറുള്ളത്. അതൊക്കെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഷോർട്ടാണ് ഇല്ലാതെ വെച്ച ഷോർട്സ് എന്ന് വെച്ചാൽ നോർമലി അത് വലിയ ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. 30 മിനിറ്റിൻ്റെ ഏകദേശം ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഷോർട്ട് സീനുകളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഷോർട്ട് സീനുകളൊക്കെ കുറച്ച് വിവരിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. ഞാനത് പ്ലേ ചെയ്യണില്ല, വെറുതെ അത് പ്ലേ ചെയ്തിട്ട് ലെങ്ത് കൂട്ടില്ല. അപ്പോൾ ഞാൻ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തങ്കൻ ചേട്ടൻ നിങ്ങളൊരു തങ്കൻ ചേട്ടനെ പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ഇതിപ്പോൾ നമ്മുടെ ഏതോ ഒരു ചാനലില്ല, കുറേ ചാനലുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കുറേ ചാനൽ പറഞ്ഞാൽ ഒന്നൊന്നും അല്ല, ഇപ്പോൾ കുറേ ചാനലുകളുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ ചാനൽ, എനിക്കതിന് പേരൊന്നും പറയാൻ വയ്യ. അപ്പോൾ ഇതൊരു ചാനൽ. അപ്പോൾ ഇന്ന് വേറൊരു ചാനൽ കൂടി കിലറുള്ള പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വന്ന ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ സാറേ അതൊക്കെ ആരാ പറയുക, ഞങ്ങൾ അവരങ്ങനെയൊക്കെ പറയുമോ, ഞങ്ങൾക്ക് ദൈവമാണ് അവർ വീട് കെട്ടി തന്നവരെന്നൊക്കെ പറയുന്നൊരു വീഡിയോ കൂടി ഉണ്ട്. അപ്പം അതുകൂടി നിങ്ങളൊന്ന് കണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയില്ല ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോന്ന്. ഞാൻ രേണുവിൻ്റെ വീഡിയോ ഒക്കെ കിലറിലെ ചെയ്ത സമയത്ത് കുറേ പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തു, നീ ഇതൊക്കെ അറിഞ്ഞതാണോ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്തൊക്കെ ചിലരൊക്കെ എന്നെ കിലറില്ല എന്നെ ചീത്ത പറയാം, നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പണ്ട് ഒരേ ചീത്ത. അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ നമ്മൾ വെറുതെ നമ്മൾ എല്ലാത്തൊക്കെ പറയണേ. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ സംഭവം ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും ഇതിലിപ്പോൾ ആര് പറഞ്ഞതാ ശരി ആര് പറഞ്ഞതാ തെറ്റിയോ എന്നുള്ള സംഭവം മനസ്സിലാക്കില്ല. ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. അതിന് ആ ഇൻ്റർവ്യൂവും ഇത് കിലറിൽ വന്നത് നമ്മുടെ മറുനാടൻ മലയാളി ഓക്കെ അതിലാണ് വന്നിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ ഇതിലൊരു ചെറിയ കിലറിൽ ഒരു അമ്പിയുടെ ഒരു സീൻ ഉണ്ട്, അത് ഞാനിവിടെ വെക്കാം. ഓക്കെ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാം. ഓക്കെ ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. അപ്പോൾ ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ് സെക്കൻഡ് അഭിനയം. ഓക്കെ ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. കാരണം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ചെയ്ത് നമ്മളെയും കൂടെ എല്ലാം പറയുമ്പോഴേ. അപ്പോൾ രേണുവിനെ സംബന്ധിച്ച് രേണുവിന് ഒത്തിരി അവൾ ഡാൻസിന് പോകും. അത് ആ ഒരു സോഷ്യൽ മീഡിയ വഴി ഒന്ന് അവളെ എന്തെങ്കിലും ചെയ്യുന്നത് അത് നമുക്ക് വേദല്ല. അവളെ നമുക്കല്ല അറിയാം, നമ്മുടെ മക്കൾ അതായിരിക്കും. അതല്ല പ്രശ്നം. ഇതിൻ്റെ KCDCയുടെ ചെയർമാനായിരിക്കുന്ന ആൾ വീട് വെച്ച് തന്നാൾ ഫിറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ. ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടണം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ
അവരോട് ബഹുമാനവും സന്തോഷവും, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്, അവരോട് കടപ്പാടുമുണ്ട്. ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല. കാരണം ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇതിന് പിന്നിൽ പൈസ മുടക്കി ആർക്കും ഒരു പൈസ എങ്കിലും മുടക്കി അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും. മരണം വരെ അങ്ങനെയുള്ളൂ. അപ്പോൾ കേട്ടല്ലോ കിലോട്ടല്ലോ, മരണം വരെ അങ്ങനെ വരുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീട് കെട്ടിത്തന്ന എല്ലാവർക്കും ഞങ്ങൾ മരണം വരെ കടപ്പെട്ടിരിക്കും. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷവും പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്നൊക്കെ. കണ്ടല്ലോ ഇതിലൂടെ നമ്മുടെ തങ്കൻ ചേട്ടൻ്റെ അഭിനയം. തങ്കനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ തങ്കൻ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇപ്പം കണ്ടില്ല നിങ്ങൾ തങ്കൻ ചേട്ടൻ അഭിനയം. അപ്പോൾ നിങ്ങൾ എന്ത് പറയില്ലടേ? നിങ്ങൾ എന്നെ പറയും. അപ്പം ഞാൻ പറഞ്ഞതിലാണോ തെറ്റി ചുകടെ? അപ്പം നിങ്ങൾ പറയില്ലടേ, എനിക്കതേ പറയാനുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയുമ്പോൾ നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയപ്പോൾ ഇല്ലടേ എനിക്ക് മനസ്സിലായി ഏകദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സംഭവം എന്താ, ഈ പുള്ളിക്കാരൻ ഇപ്പം തങ്കൻ ചേട്ടൻ മാറ്റി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരെ വീട് ഇറക്കി വിടുന്ന അങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ കേട്ടില്ലല്ലേ. അത് കമന്റ് സെക്ഷനൊക്കെ ഞാൻ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഷപ്പൊക്കെ വന്ന് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി നുണയാണ് ഇല്ലാതെ അടിച്ചു വിടുന്നു. ഇപ്പോൾ രേണുവിൻ്റെ ഈ ഫാമിലിയും നമ്മുടെ തങ്കൻ ചേട്ടനൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അടിച്ചു വിടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ റീച്ച് ആവണമെന്ന് പോരാത്ത അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പം ഇതാണ് തങ്കൻ ചേട്ടൻ്റെ അഭിനയം. കണ്ടല്ലോ. അപ്പോൾ തങ്കൻ ചേട്ടൻ ചില്ലറക്കാരനല്ല ഇല്ലടല്ലേ. ഇതിലിപ്പോൾ മകള് രേണു ഓസ്കാർ മേടിക്കണമെങ്കിൽ പുള്ളിക്കാരൻ അതുക്കും മേലെ ഒരു സാധനം മേടിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അഭിനയം. അപ്പോൾ കണ്ടില്ലല്ലോ ഇപ്പോൾ എന്തൊക്കെ കുലീനതയാണ് ഇല്ലടല്ലേ. ഇന്നലെ നിങ്ങൾ കണ്ടോ ആ വീഡിയോ? ഞാൻ മുമ്പത്തെ വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെ എന്തൊക്കെ ആയിരുന്നു. അങ്ങനെ പറയടാ ഇങ്ങനെ പറയടാ, അവൻ ആരടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ. ഇപ്പം നോക്കില്ലടല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ചോദിക്കട്ടെ. അമ്മാതിരിയല്ല പാവം. അയ്യോ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ആ സാറേ എന്നല്ലാതെ വേറൊരു വാക്കും പാട്ടില്ല. ഇന്നലെ പറഞ്ഞില്ല ഫിറോസ അവനോട് വന്ന് ഇവിടെ താമസിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ സാറേ എന്നല്ലാതെ വേറെ ഒരു അഭിസംബോധന ചെയ്തിട്ടില്ല. എൻ്റെ പൊന്ന് തങ്കൻ ചേട്ടാ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം, മനസ്സിലായില്ല? നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വഭാവം നിങ്ങളിപ്പോൾ മകൾ പറയുന്നൊക്കെ കേൾക്കുള്ളൂ. ബട്ട് എന്നാലും എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീട് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ സ്നേഹവും അല്ലെങ്കിൽ ആരുടെയൊക്കെ കുറച്ച് കരുണയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു നല്ല വീട് കിട്ടാറ്. അത്യാവശ്യം നല്ല വീടിനാണ്. ലുക്ക് വൈസും പിന്നെ താമസിക്കാനൊക്കെ നല്ല വീടുണ്ടാണ്. ഇപ്പോൾ ചോരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓടിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കേണ്ടതല്ലേ കിട്ടാട്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്കൊരു വീട് കെട്ടി തന്നു, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഫുൾ ടൈം തന്നെ ഇപ്പോൾ ആ വീട് കെട്ടി തന്നവരെ നമ്മൾ ഫുള്ളായി നോക്കണം ചോദിക്കട്ടെ. നമ്മുടെ രീതിയിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുക. അപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നം നമ്മൾ നോക്കുക. അല്ലാതെ എല്ലാം അവരിനൊന്ന് ചെയ്യണം പറഞ്ഞാൽ അത് മോശമല്ലേ തങ്കൻ ചേട്ടാ? നിങ്ങളൊന്ന് പറ. അപ്പോൾ ഇതാണ് തങ്കൻ ചേട്ടൻ ഒരു അഭിനയം ഞാൻ കാണിക്കാൻ വേണ്ടി വന്നാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്റർവ്യൂ ചാനലിലൊക്കെ അത് മതിയല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ കയറി വന്നാൽ അവർക്കൊരിത് ചീര നനയുടെ കൂട്ടത്തിൽ വാഴ നനയുടെ കൂട്ടത്തിൽ ചീരി നനിയല്ലോ എന്നൊരു സംഭവം. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് തങ്കൻ ചേട്ടൻ്റെ ഒരു അഭിനയം കാണിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അടുത്തൊരു അഭിനയം അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരെ ഇല്ലാടല്ലോ അതേ പറയുന്നുള്ളൂ. ഓക്കെ, ബൈ.